ഇങ്ങനെ പറയിക്കലാണോ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, അദ്ദേഹവും കൂടി താല്പര്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, അയാൾ ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ. ഇവർ രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത്. ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടിയാണ്, അതിന് മുഖ്യമന്ത്രിയാണ് കാരണക്കാരനെന്ന പ്രചരണം ഇവിടെ ഒരു കൂട്ടം അഴിച്ചു വിട്ടിട്ടില്ലേ? അതിലെന്തെങ്കിലും വസ്തുതയുള്ളതാണോ? ആ പ്രചരണം ബോധപൂർവം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിട്ടിയ ഒന്നാണല്ലോ. ആ പ്രചരണത്തിൻ്റെ വക്താക്കളായി നിന്നത് ശരിയായ ബുദ്ധി ജമാഅത്തെ ഇസ്ലാമിയുടേതാണെങ്കിലും അതിൻ്റെ പ്രചാരകരായിട്ട് നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരല്ലേ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. അപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. നമ്മൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും വോട്ടിന് വേണ്ടിയല്ല. ഇവിടെ ജനങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ലഭ്യമാവുക എന്നുള്ളത്. ഇതാരെങ്കിലും നൽകുന്ന ഒരു ഔദാര്യം എന്ന നിലക്കല്ല ഞങ്ങളതിനെ കാണുന്നത്. സർക്കാരിൻ്റെ ഒരു ഔദാര്യം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതല്ല. സർക്കാരിന് പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തൽപരരാണ്, പക്ഷേ അതിന് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെടുത്താൽ അത് വലിയ തോതിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രചരണം BJP നടത്തിയിട്ടുണ്ട്, കോൺഗ്രസും UDF നടത്തിയിട്ടുണ്ട്. ഇവരാരാണ് കൂടുതൽ നടത്തിയതെന്ന് മാത്രമേ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുള്ളൂ. അതിനെ ഒരു പ്രത്യേക രീതിയിൽ ഉയർത്തുന്നതിനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇതിൽ വ്യക്തമാകേണ്ട കാര്യം ഇതിനോട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമീപനമാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നാൽ അതെവിടെയായാലും ആ തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പൊതുവായ നിലപാട്. ഇവിടെയും അതുതന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേക അന്വേഷക സംഘം വരിക എന്നതിനോട് സംസ്ഥാന സർക്കാരിനും പൂർണ്ണ യോജിപ്പാണ് ഉണ്ടായിരുന്നത്. ഹൈക്കോടതി പ്രത്യേക അന്വേഷക സംഘത്തെ നിയോഗിക്കുന്ന നിലയുണ്ടായപ്പോൾ അതിനെ പൂർണ്ണമായി പിന്താങ്ങുന്ന അവസ്ഥയാണ് സർക്കാർ സ്വീകരിച്ചത്. ആ പ്രത്യേക അന്വേഷക സംഘം ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ ഈ പ്രത്യേക അന്വേഷക സംഘം വന്ന ഉടനെ തന്നെ അത് ശരിയാവില്ല, ആ അന്വേഷക സംഘം അന്വേഷിച്ചാൽ പോരാ, അത് CBIക്ക് വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരെന്ന് പറഞ്ഞാൽ പ്രത്യേകമായി UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ആവശ്യം ഉന്നയിക്കുന്ന സ്ഥിതി വന്നു. പക്ഷേ നമ്മുടെ അനുഭവം എന്താണ്? വളരെ ഫലപ്രദമായി ആ അന്വേഷക സംഘം പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അവർ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. അത് നമ്മുടെ അന്വേഷണം ഇനിയും അതിൻ്റെ വഴിക്ക് മുന്നേറട്ടെ എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഇത് പൊതുവെ ജനസമൂഹം നല്ല രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയിൽ ആണല്ലോ ബാധിക്കേണ്ടത്.
അതിൽ പന്തളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രദേശമാണല്ലോ. ശബരിമലയുമായും ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം. ആ പന്തളത്തെ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരത്തെ BJPയുടെ കയ്യിലായിരുന്നു. ഇത്തവണ BJPക്ക് നഷ്ടപ്പെട്ടു. ഈ ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും LDFനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പന്തളത്ത് BJPയുടെ നില ഗണ്യമായി കുതിച്ചുയരേണ്ടതായിരുന്നില്ലേ? അതുണ്ടായില്ലല്ലോ. അത് LDFന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്നത്. LDF ആണല്ലോ അവിടെ BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രദേശം എടുത്താൽ കൊടുങ്ങല്ലൂർ അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനം, ആ നഗരസഭ നല്ല രീതിയിൽ BJP ജയത്തിനടുത്തെത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. ഒരു സീറ്റിൻ്റെ വ്യത്യാസമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും അടുത്ത് ജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇത്തവണ അവരാ തദ്ദേശ ഭരണ സ്ഥാപനം കൈപ്പിടിയിലെടുക്കും എന്നായിരുന്നു അവർ സ്വീകരിച്ച നില. പക്ഷേ കൈപ്പിടിയിൽ കിട്ടിയില്ലല്ലോ. LDF നല്ല നിലക്ക് മുന്നേറിയല്ലോ. അതല്ലേ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രത്യേക പ്രശ്നം വല്ലാതെ LDFനെ ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല. അതാണ് കാണേണ്ടത്. മറ്റൊട്ടേറെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ BJPയുടെ കയ്യിലുണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ LDF ആണ് അവിടെ ഭരിക്കുന്നത്. LDFനാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പൊതുവായ സ്ഥിതി ഇതാണെന്ന് കാണണം. എന്നാൽ പ്രധാന പ്രതിപക്ഷമായി കോൺഗ്രസ് നിന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനം, അതാണ് പാലക്കാട്. BJP ആയിരുന്നു നേരത്തെ അവിടെ, കോൺഗ്രസ്സാണ് പ്രധാന പ്രതിപക്ഷം. അവിടെ ഇത്തവണയും BJPക്ക് തന്നെ ജയിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ്സിന് അവിടെ ഈ പൊതു അന്തരീക്ഷം ഉണ്ടായിട്ടും മുന്നേറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് BJPയെ നേരിടുന്നതിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് LDF ആണ് എന്നാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത്. നല്ല രീതിയിൽ BJPയെ സംസ്ഥാനത്താകെ അവർ കൈവശം വെച്ചിരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പരാജയപ്പെടുത്താൻ LDFന് കഴിഞ്ഞിരിക്കുന്നു. അത് വെച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക നിഗമനത്തിലെത്താൻ കഴിയില്ല. ഇത് ശബരിമലയുടെ ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന നില കാണാൻ കഴിയില്ല. വ്യത്യസ്ത കാരണങ്ങളുണ്ടാവും. അതും ചിലപ്പോൾ ഒരു കാരണമായിട്ട് കാണാൻ സാധിച്ചേക്കും ചിലയിടങ്ങളിൽ. തദ്ദേശ സ്ഥാപനത്തിലെ ഭരണമാണോ അതോ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും വികാരമാണോ? എന്താണ് ഇവിടെ പ്രതിഫലിച്ചത്? അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞത് BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയേണ്ട ഒരു വിഷയമാണല്ലോ ശബരിമല. ആ പ്രചരണം എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്തു കാണിച്ചത്. ഇവിടെ തിരുവനന്തപുരത്തുണ്ടായത് വളരെ പ്രത്യേകതയാർന്ന നിലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിലുള്ള വോട്ടിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഇവിടെയുള്ള ചില നേതാക്കൾ വിശകലനം ചെയ്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രാദേശികമായി ഒന്നിച്ചണിനിരക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ UDFും BJPയും തമ്മിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്
പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയത് അത്യന്തം അപകടകരമായ വർഗീയ രാഷ്ട്രീയമാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ LDFനാണ് ശരിയായ രീതിയിൽ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചില പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തു എന്നുള്ളത്. കുളനട, ചെറുകോൽ, കള്ളിക്കാട്, കരവാരം, കല്ലുവാതുക്കൽ, കവിയൂർ, കോടന്തുരുത്ത്, ഇതൊക്കെ LDF BJPയിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഇപ്പോൾ കോർപ്പറേഷൻ അതിർത്തിയിൽ ഇപ്പോഴും LDF തന്നെയാണ്. ശതമാനക്കണക്കിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം 12ഓളം സീറ്റുകളിൽ 60 വോട്ടിനാണ് 60-ൽ താഴെ വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. അതിൽ BJP ജയിച്ച 26 വാർഡുകളിൽ UDFന് 1000-ൽ താഴെ വോട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അത് സാധാരണക്ക് അങ്ങനെ വരേണ്ടതല്ല. 26 വാർഡുകളിൽ UDFൻ്റെ വോട്ട് 1000-ൽ താഴെ പോയി. ഇത് BJP ജയിച്ച സീറ്റുകൾ. ഇനി UDF ജയിച്ച 11 സീറ്റുകളുണ്ട്. ആ 11 സീറ്റുകളിൽ BJPക്ക് 1000-ൽ താഴെയാണ് വോട്ട്. അപ്പോൾ എന്തോ ഒരു നീക്കുപോക്കുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണാൻ സാധിക്കുക. ഒരു പരസ്പര സഹകരണ മുന്നണിയായി BJPയും UDFും പ്രത്യേകിച്ച് കോൺഗ്രസും മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. നേരത്തെയും അത്തരം ചില കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു വന്ന പരാതികളാണ്. അപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് LDF തന്നെയാണ്. ഇത് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ മറ്റു ചില വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടാവും. ആ പരിശോധന LDF നടത്തുക തന്നെ ചെയ്യും. ആ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ വിമർശിക്കപ്പെടില്ലായിരുന്നു. പക്ഷേ അതിന് വെള്ളാപ്പള്ളി പറഞ്ഞ അറപ്പുളവാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളുണ്ട്, പ്രസ്താവനകളുണ്ട്. അതുകൊണ്ടല്ലേ അതങ്ങനെ വിമർശിക്കപ്പെട്ടത്? അത് ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പിന് കാരണമാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തെ തിരുത്തിയില്ല. അതാണ് പാർട്ടി തിരുത്തിയില്ല. വെള്ളാപ്പള്ളി എന്നത് നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ നേതാക്കളിൽ ഒരാളാണ്. സാമുദായിക നേതാക്കൾ അവരുടേതായ അഭിപ്രായങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്താറുണ്ട്. ഞങ്ങളതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകാറുമുണ്ട്. അതാണ് സാധാരണ നടക്കുന്നത്. ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടെടുത്താൽ ഇപ്പോൾ കേരളത്തിൽ SIR നടപ്പിലാക്കുന്നത് ഈ കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടിയാണ്. അതിന് മുഖ്യമന്ത്രിയാണ് കാരണക്കാരനെന്ന പ്രചരണം ഇവിടെ ഒരു കൂട്ടം അഴിച്ചു വിട്ടിട്ടില്ലേ? അതിലെന്തെങ്കിലും വസ്തുതയുള്ളതാണോ? ആ പ്രചരണം ബോധപൂർവം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഴിച്ചുവിട്ടിയ ഒന്നാണല്ലോ. ആ പ്രചരണത്തിൻ്റെ വക്താക്കളായി നിന്നത് ശരിയായ ബുദ്ധി ജമാഅത്തെ ഇസ്ലാമിയുടേതാണെങ്കിലും അതിൻ്റെ പ്രചാരകരായിട്ട് നിന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരല്ലേ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. അപ്പോൾ അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവരും അല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. നമ്മൾ ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ.
തീരുമാനത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രമം നടത്തുന്നതാണ് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ആരോപണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അന്വേഷണം നിന്നു എന്ന് കോടതി വരെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യാം. ഇവിടെ അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവായ പരാമർശം നടത്തിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ മേൽനോട്ടം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നടത്തുന്നൊരു ബെഞ്ചുണ്ട്. ഇവിടെ ഒരു ജാമ്യാപേക്ഷയാണെന്ന് തോന്നുന്നു, ഒരു ഒരു ബെഞ്ചിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷണ കമ്മീഷനെതിരായിട്ടാണോ കേസ് കേൾക്കുന്ന ഡിവിഷൻ ബെഞ്ചിനെതിരായിട്ടാണോ എന്നത് അദ്ദേഹവും ഹൈക്കോടതിയും പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാനതിന് മറുപടി പറയാൻ ആളല്ല. കാരണം ഞാൻ പറയട്ടെ, കാരണം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈക്കോർട്ട് ബെഞ്ചാണ്. ആ ബെഞ്ചിൻ്റെ മുന്നിലാണ് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. അവരാണ് ഈ അന്വേഷണ സംഘത്തെ ഇടയ്ക്ക് ബന്ധപ്പെടുകയും കാര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയതാണ്. അന്നേരം അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ കമ്മീഷനെ ബാധിക്കുന്നൊരു കാര്യമല്ല. കാരണം അന്വേഷണ കമ്മീഷൻ നല്ല കൃത്യതയോടെ വ്യക്തതയോടെ അന്വേഷിച്ചു പോവുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ പരാമർശം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഇദ്ദേഹത്തിൻ്റെ പരാമർശം എങ്ങനെ വന്നു എന്നുള്ളത് ഹൈക്കോടതി പരിശോധിച്ച് നോക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടുള്ള ഫോട്ടോ മിനിസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. 2009 തൊട്ട് പോറ്റി ശബരിമലയിൽ കയറിയാണ്. ടോട്ടൽ ഇന്റലിജൻസ് ഫെയിലിയർ ആണ്. ഈ വ്യക്തി UDF ഭരണകാലത്തും അതിനുള്ളിൽ കയറി സ്വർണം മുട്ടിച്ചു വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. CM രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി CM-ന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ മറ്റു തരത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ? ചെവിയിൽ പറയുന്നതൊന്നും എൻ്റെ ചെവിയിലായിരിക്കില്ല. അത് സാധാരണ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാക്കി ഇരുന്ന ആളാണല്ലോ, അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ശീലം വെച്ച് പറയുന്നതായിരിക്കും. അതൊന്നും ഞാൻ പറയട്ടെ, അതൊന്നും എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങളൊരു മാന്യത വെച്ച് സാധാരണ മര്യാദ അനുസരിച്ചും ഇത്തരം കേസുകളിലൊന്നും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കാൻ അധികം പോകാറില്ല. ഇതൊക്കെ ഒരു കേസാണ്. ആ കേസിൽ ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ തട്ടിപ്പുകാർ ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നിയമത്തിൻ്റെ കരങ്ങളിൽ പെട്ട് എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് നല്ല കോൺഗ്രസ് ബാന്ധവമുള്ളവരാണ്, നല്ല കോൺഗ്രസിൻ്റെ ആളുകളുമാണ്. ആരുടെയും പേര് ഞങ്ങളാരും ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്താ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ അതിൻ്റെ കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരും എടുത്തുപയോഗിക്കുന്നുണ്ടാവും, എൻ്റെ ചിത്രങ്ങളും അതിനു വേണ്ടി വക്രീകരിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇവർ നല്ല രീതിയിൽ ഏതെല്ലാം തരത്തിൽ LDF-നെ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ, പാട്ടുകൾ, പിന്നെ സഖാക്കളെ കള്ളന്മാരെന്ന് വിളിക്കൽ, ഇങ്ങനെയെല്ലാമുള്ള പലതും നടക്കുകയാണ്.
ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ഇതൊന്നും പറയാൻ പറ്റുന്നതല്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പറയിക്കലാണോ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, അദ്ദേഹവും കൂടി താല്പര്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, അയാൾ ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ. ഇവർ രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശ്, അവർ സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട് എന്തായാലും. ഇതിൽ സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരിൽ ഒരാളാണ്. അവരുടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ലീഡർ എന്ന വിശേഷണ പദത്തോടെ സാധാരണ കോൺഗ്രസ്സുകാരെല്ലാം വിളിക്കുന്ന കെ കരുണാകരൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? 2003 അപ്പോയിൻമെൻറ്റ് ലഭിക്കാതെ കേരള ഹൗസിൽ കെ കരുണാകരൻ താമസിക്കേണ്ടി വന്നു. സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചതാണ്. പിന്നാലെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി. ഇവിടെ എത്തിയതിന് ശേഷം അതിലുള്ള നീരസം അദ്ദേഹം പരസ്യമാക്കി. നിങ്ങൾ ചിലരൊക്കെ ആ കാലത്തും ഈ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ, നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ അത്. ഇപ്പോൾ കോൺഗ്രസ്സിലല്ല, നേരത്തെ ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ ഇതേ ഗാന്ധി കുടുംബത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിച്ചു, ലഭിച്ചില്ല. അദ്ദേഹം ആ നീരസത്തിൻ്റെ ഭാഗമായി BJP-യിൽ ചേർന്നുവെന്ന് അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ്സിലെ നിയമസഭാ കക്ഷി മുഴുവനായിട്ട് തന്നെ BJP-ആയി മാറി. അതിനു പിന്നിലും ഈ അപ്പോയിൻമെൻറ്റ് ലഭിക്കാത്തതായിരുന്നുവെന്ന് കാരണമെന്ന വാർത്ത ആ ഘട്ടത്തിലുണ്ടായി. ഇത് ഞാൻ പറയുന്നത് രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ എളുപ്പമല്ല, സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ. അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നതല്ലല്ലോ. നമ്മുടെ ഇവിടെ മുന്നിലുള്ള നമ്മുടെ ഈ പത്രസമ്മേളനം നടത്തുന്ന ഇതിൻ്റെ ഹാളിൻ്റെ നേരെ മുന്നിൽ ഉള്ള പോർട്ടിക്കോ ഇല്ലേ, ആ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു ആംബുലൻസ് ഉദ്ഘാടനം നടന്നത്. ഒരു കൂട്ടർ ശബരിമലക്ക് കൊടുക്കുന്ന ആംബുലൻസ്. ആ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പറയുന്ന പോറ്റി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത്. അതുപോലെയല്ലല്ലോ ഇത്. അത് ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷനാണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്കെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്.
സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശനും ആൻറ്റോ ആൻ്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്? UDF ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത്? അതും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു പ്രചരണം നടത്തുന്നതിന് വലിയ അർത്ഥമുണ്ടോ? ഞങ്ങളിതൊന്നും പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. പക്ഷേ ഇതൊക്കെയാണ് വസ്തുതകൾ എന്നുള്ളത് നമ്മൾ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ നേരത്തെ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സ്വർണ്ണം കെട്ടത് ആരപ്പാന്നുള്ള പാട്ടിനെതിരെ കേസ് എടുത്തിരുന്നു. അതൊരു അബദ്ധമായി. കേസിൻ്റെ വഴിക്ക് പോകുമല്ലോ. അതിൽ ഞങ്ങളെ സർക്കാരിന് കൃത്യമായി ഇത്തരം കാര്യങ്ങളൊരു നയമുണ്ട്. ആ നയം ഇതുപോലുള്ള കാര്യങ്ങൾ കേസ് കൊണ്ട് നേരിടുക എന്നുള്ളതല്ല. പാട്ടെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പാട്ടുകൾ വരാറുണ്ട്. ഒരു പരാതി എന്നാൽ ചിലപ്പോൾ കേസ് എടുത്തിട്ടുണ്ടാകുന്നവരും. പക്ഷേ സർക്കാരിൻ്റെ നയമാണല്ലോ പിന്നെ നടപ്പാവുക. അതല്ലേ നടപ്പാകുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണമാണല്ലോ സ്വർണ്ണക്കൊലയിൽ നടക്കുന്നത് പറയുന്നത്. പിന്നെ പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലാണ്. പുള്ളി ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. ശരിക്കും ഇത്തരം ഒരു കേസിൽ അങ്ങനെ ഒരാളെ തുടരാൻ അനുവദിക്കുന്നത് ഒരു സംശയം ഉണ്ടാക്കില്ലേ ജനങ്ങളിൽ? ഞാനതിൽ പറയേണ്ട ആളല്ല. ഈ മുഖ്യമന്ത്രി എന്ന നിലക്കുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ പറയേണ്ടത് ഉത്തരവല്ലത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പരമതിക്ക് വികാരം ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല ക്ഷേമാനുകൂല്യങ്ങൾ വലിയ തോതിൽ സർക്കാരാണ്. ക്ഷേമമണി പറഞ്ഞത് ആളുകൾ ഈ ക്ഷേമമൊക്കെ വാങ്ങിയിട്ട് പിറപ്പുകൾ കാട്ടി എന്നാണ് പറയുന്നത്. ഇതൊക്കെ തിരിച്ചടിയല്ല. ഇതൊക്കെ ഒരു ജനപ്രതിനിധിക്ക് പറയാൻ ചേർന്ന വാക്കുകളാണ്. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണേണ്ടത്, ഞങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും വോട്ടിന് വേണ്ടിയല്ല. ഇവിടെ ജനങ്ങളുടെ അവകാശമാണ് ഇതൊക്കെ ലഭ്യമാവുക എന്നുള്ളത്. ഇതാരെങ്കിലും നൽകുന്ന ഒരു ഔദാര്യം എന്ന നിലക്കല്ല ഞങ്ങളതിനെ കാണുന്നത്. സർക്കാരിനൊരു ഔദാര്യം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതല്ല. സർക്കാരിന് പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തൽപരരാണ്. പക്ഷേ അതിന് സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വോട്ട് പോരട്ടെ എന്നുള്ള ചിന്തയല്ല. അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് വരുന്ന മാറ്റങ്ങളില്ലേ, ആ മാറ്റങ്ങൾ നമ്മൾ കാണണ്ടേ? ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളത്തിലാണ് എന്ന് നമ്മുടെ രാജ്യമാകെ കണക്കാക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ കണക്ക് വരുന്നത്? എന്താണ് ഈ ദാരിദ്ര്യം കുറയാൻ കാരണം? ഇപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി എന്ന പ്രഖ്യാപനം നടത്തി. എങ്ങനെയാണ് അങ്ങനൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിഞ്ഞത്? നമ്മൾ കാണേണ്ടത് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ഇപ്പോൾ 2000 രൂപ വീതം, നേരത്തെ 1600 1600 രൂപ വീതം ഓരോ ആളുടെയും കയ്യിൽ കിട്ടുക, 60 ലക്ഷം ആളുകളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് അവർ പെട്ടിയിൽ വെച്ച് പൂട്ടുകയല്ലോ ചെയ്യുക. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കില്ലേ, നാട്ടിലത് വ്യാപരിക്കുകയല്ലേ, പാവപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കയ്യിലല്ലേ ഇതെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള നമ്മുടെ ഒരുപാട് ശ്രമങ്ങളുണ്ടായതിൽ ചെറിയൊന്നാണല്ലോ ഇതൊക്കെ. അത്തരം കാര്യങ്ങളാണല്ലോ ഇതിന് പങ്കുവഹിച്ചിട്ടുള്ളത്. അത് നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, ഇന്ത്യ രാജ്യത്ത് നമ്മളെക്കാളും വിഭവശേഷിയുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും സംസ്ഥാനം ഈ അതിദാരിദ്ര്യമുക്തമാക്കാൻ പുറപ്പെട്ടോ? നേരത്തെ ആലോചിച്ചില്ല. എന്നാൽ കേരളം ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, എന്നാൽ നമ്മളൊന്നും ഒരു കൈ നോക്കിക്കളിയാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും സംസ്ഥാനം ഇപ്പോൾ അതിനുശേഷം പ്രഖ്യാപിച്ചോ? അപ്പോൾ ഇതൊക്കെ ഒരു ജനങ്ങളോടുള്ള മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. പാവപ്പെട്ടവരെ എങ്ങനെ കാണുന്നു എന്ന പ്രശ്നമാണ്. ഇതിൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടരാണ്, ആ മുന്നണിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്.
വോട്ട് അതിൻ്റെ അകത്തൊരു പ്രശ്നമേ അല്ല. ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. SCRന്റെ കരട് പട്ടിക വന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില മണ്ഡലങ്ങളിൽ അവിടെ വലിയ രീതിയിൽ ആളുകൾ ഒഴിവാക്കി എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത്രയൊരു കണക്ക് സർക്കാരോ സംവിധാനം എടുത്തിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന കണക്കല്ല എൻ്റെ അടുത്തുള്ളത്. ഇവിടെ കാണേണ്ടത് നമ്മുടെ ചില പ്രദേശങ്ങളിൽ വോട്ടർമാർ ഒഴിവായി പോയതിനെപ്പറ്റി ചില പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. ആ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പലരും ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ചിലർ 2002 തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുണ്ടായില്ല. അദ്ദേഹം ഔദ്യോഗികമായി ചിലപ്പോൾ കേരളത്തിന് പുറത്തായിരിക്കും. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ വോട്ടില്ല. ഇപ്പോൾ ഒരാളെ കാര്യം എനിക്ക് നേരിട്ടറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ രമൺ ശ്രീവാസ്തവയെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, SIR അനുസരിച്ച് എനിക്കിപ്പോൾ വോട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്താ? 2002 ഞാൻ ONGCയിലായിരുന്നു, അവിടെയാണ്. അപ്പോൾ ഇവിടെ വോട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വോട്ടവകാശം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേൾക്കുന്നത് അത് കേൾവി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പോലുള്ള ചില പ്രധാനികൾ തന്നെ ഈ വോട്ടവകാശം ഇല്ലാത്തവരായിട്ടുണ്ട് എന്നാണ്. ചില അത്യുന്നതർ തന്നെ ഇങ്ങനെ ചില സ്ഥാനം വഹിച്ചവർ. അപ്പോൾ ഒരുപാട് സ്ഥലത്തുള്ളവർ വോട്ടവകാശം ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, തൃക്കരിപ്പൂരൊരു അനുഭവം പറയുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഒരു സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരവിടെ ഇല്ല, ഇവിടെ സ്ഥലത്തില്ല എന്ന് രേഖപ്പെടുത്തുകയാണ്. അവർ പോസ്റ്റ് ഓഫീസിലെ ജോലിക്ക് പോയതാണ്. അതിനാണ് അവിടുന്ന് പോയതാണ് മറ്റൊരു സ്ഥലത്ത്, അവിടെ തന്നെ വേറെ അല്ല, രാവിലെ പോയതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിനും അവർക്കെല്ലാം വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടി വേണമെന്നുള്ളതുകൊണ്ടാണ് ഒരു ഹെൽപ്പ് ഡെസ്ക് സർക്കാർ തന്നെ സഹായം ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത്. എല്ലാം നമ്മുടെ സമയം കഴിഞ്ഞ് പോയി കേട്ടാ. അല്ല ഒറ്റ ചോദ്യം ഇത് ഈ ഒരു ചോദ്യത്തിന് മാത്രമേ മറുപടി പറയൂ. ഇനിയൊന്നും ഇന്ന് പറ്റില്ല. ഈ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം ഒരു ഉത്തരം പറയാ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാം, പിന്നീട് പറയാം. ഇത് ഞാൻ പറയാം. ഇവിടെ സംഭവിച്ചത് എന്താ? ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയതാണ്, കേസ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ സമവായത്തിൽ തീരണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷേ അതല്ലാത്ത നിലപാടുകളാണ് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായത്. സുപ്രീം കോടതിയുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പാനൽ നൽകണം. ആ പാനലിൽ നിന്ന് ഒരാളെ ഗവർണർ നിശ്ചയിക്കണം, വൈസ് ചാൻസലറായിട്ട്. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ കേസിൻ്റെ ഭാഗമായി വന്നു, എൻ്റെ മുമ്പിലെത്തി. ഞാനത് പരിശോധിച്ചു, പേരുകൾ ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണർ അതിൽ തീരുമാനമെടുത്തില്ല. അതിന് പകരം ചില പേരുകൾ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയെ അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതിനോട് യോജിച്ചില്ല. സുപ്രീം കോടതി അതിൽ കുറച്ച് കർക്കശമായ നിലപാടെടുത്തു. സുപ്രീം കോടതി എന്നിട്ട് പറഞ്ഞു, ആ കർക്കശ നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, ഇതിൽ ഗവർണറും മുഖ്യമന്ത്രിയും സമവായം ഉണ്ടാക്കേണ്ടതാണ്, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ അത്യുന്നത കോടതിയുടെ ഒരു നിർദ്ദേശമാണ് സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. ആ പരസ്യമായ നിർദ്ദേശം വന്നപ്പോൾ ഞങ്ങളതിന് അനുകൂലമായി പ്രതികരിച്ചു. ഞാനപ്പോൾ വേറെ ചില പരിപാടികളുമായിട്ട് തിരുവനന്തപുരത്തിന് പുറത്താണ്. ഇവിടെ എനിക്ക് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും കൂടി ഗവർണറെ കാണുക. അത് ഗവർണറെ അറിയിച്ചു, ഞാൻ തന്നെ അറിയിച്ചു, ഇങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നു, അവർ വരും. അത് സമ്മതിച്ചു, പോയി കണ്ടു.
അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ സമവായത്തിൻ്റെ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ ശ്രമത്തിന് ആ ഘട്ടത്തിൽ അനുകൂല പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിൻ്റെ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും അന്ന് യോജിപ്പുണ്ടായില്ല. അത് പിരിഞ്ഞ കാര്യം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റിനെ അറിയിക്കുമല്ലോ. അത് സുപ്രീം കോടതിയുടെ മുന്നിലേക്കും എത്തുമല്ലോ. അപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചിട്ടുള്ള പരിശോധന ഈ കമ്മിറ്റി നടത്താനിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം രാവിലെ 2 തവണ ഗവർണർ എന്നെ വിളിക്കുകയാണ്. ഞാൻ കുളിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ 1 തവണയല്ല 2 തവണ അദ്ദേഹം വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, യൂണിവേഴ്സിറ്റി VC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗവർണർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞാനൊരു മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്നത് ശരിയാണോ? അങ്ങനെ നയം സ്വീകരിച്ചാൽ നിങ്ങൾ തന്നെ എന്താ എന്നോട് ചോദിക്കുക, എന്താ നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നല്ലേ ചോദിക്കുക? ആരും അതല്ലേ ചോദിക്കുക? അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മുൻപ് എനിക്കും പരിപാടിയുണ്ട്, ഉച്ചയ്ക്ക് ശേഷം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു സമവായ നിർദ്ദേശം വെച്ചു. അത് നിർദ്ദേശം വന്നപ്പോൾ സമവായത്തിന് അദ്ദേഹം തയ്യാറാണെന്നുള്ള നിലയാണ് വന്നത്. നേരത്തെയുള്ള നിലപാടിൽ നിന്നൊരു മാറ്റമാണത്. നമ്മൾ കണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളെ ഒരു സംഘർഷ മേഖലയല്ലാത്ത സ്ഥലമായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളുണ്ട്. പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും മാത്രമല്ല, യൂണിവേഴ്സിറ്റികളെ സ്നേഹിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊരു സംഘർഷ മേഖലയല്ലാത്ത യൂണിവേഴ്സിറ്റികളെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റികളിലെ സംഘർഷം കുറേ കാലമായി തുടരുകയാണ്. വല്ലാത്ത അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ആ അന്തരീക്ഷം തൽക്കാലം അവസാനിപ്പിക്കാനും ഒരു ശാന്തമായ അന്തരീക്ഷം കൊണ്ടുവരാനും സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് എന്നാണ് പെട്ടെന്ന് തന്നെ ആലോചന പോയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നമ്മളെ കയ്യിൽ നിന്ന് പോയില്ലേ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലല്ലേ. അപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റുമോ? ഞാനതൊന്ന് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് അന്വേഷിച്ച് പറയാം. അഡ്വക്കേറ്റ് ജനറലുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഗവർണറുടെ അടുത്ത് ഞാൻ വരാം. അത് സാധിക്കുന്നതാണെങ്കിൽ അത് ആലോചിക്കാം. അതിനുശേഷം എൻ്റെ പ്രതികരണം പറയാമെന്ന് പറഞ്ഞു. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അതിൻ്റെ വശങ്ങളെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ അവിടെ ഹാജരാകുന്ന സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന പ്രധാനപ്പെട്ട സീനിയർ അഡ്വക്കേറ്റാണ് ജയദീപ് ഗുപ്ത. അദ്ദേഹമായിട്ട് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു, നമുക്ക് തുടർ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചുപോയി ആ സമവായ നിർദ്ദേശം അംഗീകരിച്ചു. ഇതാണ് ഉണ്ടായത്. അത് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായൊരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റികൾ ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം. അതിന് ഈ നില തന്നെ തുറന്നും സ്വീകരിച്ച് പോകണം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹവും അത് അംഗീകരിക്കുന്ന നിലയാണുണ്ടായത്. അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാം എന്ന് തന്നെ പറയുന്ന നിലയുണ്ടായി. അങ്ങനെയാണത് അവസാനിച്ചത്. ഇനി ഒരു കാര്യവും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. ശരി.